പ്രകാശ, പുതിയ ഡേറ്റ് വന്നു. 21. ഇന്ന് അത്തം. ഇന്നേക്ക് 11-ാം നാൾ അവിട്ടം. അല്ല, കരച്ചിൽ ഇനിയും നിർത്താറായില്ലേ മീനാക്ഷിയമ്മേ? രണ്ടു മക്കളുടെയും കാര്യം അമ്മ നടത്തി തന്നില്ലേ? മകൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, മകളുടെ കല്യാണത്തിന് കഷ്ടിച്ച് 1 മാസം. കരച്ചിലൊക്കെ ഇനി അങ്ങോട്ട് നിർത്തിയിട്ട് സന്തോഷിക്കുക. എന്താ? കരഞ്ഞതല്ല തിരുമേനി, മനസ്സ് നിറഞ്ഞു തുളുമ്പി കണ്ണീ കൂടി ഒഴുകിയതാ. ഒരു പുഷ്പാഞ്ജലിയുണ്ട് തിരുമേനി. പ്രകാശ് ഭാർഗവനാവിട്ടം. ഇന്ന് ജന്മനാളാ. ആയിക്കോട്ടെ. പ്രകാശൻ എണീറ്റില്ലേടി? ഇല്ല, ഇന്നലത്തെ ഓണാഘോഷത്തിന്റെ കെട്ട് വിട്ട് കാണത്തില്ല. പ്രകാശ, എടാ എഴുന്നേക്കടാ. എടാ മോനെ, എഴുന്നേക്ക്. ഇന്ന് നിന്റെ പിറന്നാളല്ലേ, കുളിച്ച് അമ്പലത്തിൽ പോവാൻ നോക്ക്. എഴുന്നേക്കടാ. ചെറുക്കൻ്റെ ഒരു കാര്യം. അമ്മ, എന്താടാ? പിറന്നാൾ സമ്മാനം തന്നേച്ചു പോമ്മ. മതിയോ? എണീറ്റ് കുളിക്കടാ. ടിവിയുടെ റിമോട്ടും തേടി ഇപ്പൊ കൊണ്ടുവരാം. ദാ എന്തോന്നാടി ഇത്? ഓർമ്മയില്ല അല്ലേ? എങ്ങനെ ഓർക്കാനാ? അതായിരുന്നല്ലോ ഇന്നലത്തെ കണ്ടീഷൻ. എന്റെ ഏട്ടാ, ഇന്നലെ രാത്രി ഏട്ടൻ പറഞ്ഞ ചാനൽ ഇടാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് റിമോട്ട് ഏട്ടനല്ലേ എറിഞ്ഞു പൊട്ടിച്ചത്? ഓർക്കുന്നുണ്ടോ ഏട്ടൻ? എന്റെ ചേട്ടാ, ചേട്ടനെ കൊണ്ട് കള്ളു കുടിക്കാനൊന്നും കൊള്ളില്ല. സംഭവമൊക്കെ ശരിയാ. ആഴ്ചയിലൊരിക്കൽ കള്ളു കുടിക്കൂ, അത് മതിയല്ലോ. കുടിച്ചു കഴിഞ്ഞ ഏട്ടന് പിന്നെ ഭയങ്കര ദേഷ്യ. മുന്നും പിന്നെ നോക്കാതെ എന്തും ചെയ്യും. നമ്മുടെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അച്ഛൻ കുടിച്ചിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ അമ്മയോടും നമ്മളോടും ഒക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. അതിന്റെ നേരെ ഓപ്പോസിറ്റാ ഏട്ടൻ, കേട്ടോ? അതുകൊണ്ട് ഏട്ടന്റെ ഈ വല്ലപ്പോഴുള്ള സ്മോൾ കഴി ഒന്ന് ഒഴിവാക്കുന്നതാ ഏട്ടന് നല്ലത്. പ്രകാശ, നിന്നെ കാണാൻ വന്നതാ. പുതുതായിട്ട് ചാർജ് എടുത്ത സൂപ്രണ്ട് സാറാ. പ്രകാശൻ സാധുവാ സാർ. അതെ, അതുകൊണ്ടാണല്ലോ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. അല്ല സാർ, ഞാനിവിടുത്തെ പരിചയം കൊണ്ട് പറഞ്ഞതാ. മദ്യലഹരിയിൽ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് ചിരവ കൊണ്ട് ഭാര്യയെ... മതി, അറിയാം. സാർ ഇവനെ നേരത്തെ അറിയൂ? അറിയാം. അവൻ കൊന്നത് എന്റെ പെങ്ങളെയാ. സാർ? അതെ, പെങ്ങളായിട്ടല്ല, എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. പക്ഷേ അവളുടെ വിവാഹത്തലേന്ന് ഇന്നലെ കണ്ട ഒരുവനുമായി അവൾ ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞ അവളുടെ മരണവാർത്ത അറിഞ്ഞതിനേക്കാൾ വേദന അനുഭവിച്ചത് ഞാൻ അന്നാ. എൻ്റെ കുഞ്ഞിനെ അവൻ്റെ തൂക്കുമരം മാത്രമായി എൻ്റെ ലക്ഷ്യം. മീര, ഭക്ഷണത്തിന്റെ മുമ്പ് ഇങ്ങനെ ഇരുന്ന് കരയാതടി. എന്റെ ചേട്ടൻ ഇത് താങ്ങാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ വീട്ടിൽ പോയിക്കോ. എന്നിട്ട് ചേട്ടൻ പറയുന്ന ആളിനെ കേട്ട് ജീവിക്ക്. നിനക്ക് മാത്രമേ ഉള്ളല്ലോ ഒരു ചേട്ടൻ. അവളുടെ ഒരു കരച്ചില്. മഹാദേവ സർ. ഇത് നമ്മുടെ പുതിയ ഡോക്ടർ. ഹലോ സർ. ഹലോ. രാമഭദ്രൻ ജയിലിലാദ്യമായിട്ടാ. ആ, എന്തായാലും ഡോക്ടർ ചാർജ് എടുത്ത സമയം കൊള്ളാം.
കണ്ടത്തിലൊരാളുണ്ട്, മറ്റന്നാൾ തൂക്കും. കണ്ടം കണ്ടമിടിച്ചൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ് ഒരാളെ തൂക്കാൻ. ചെന്നവന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ശരി സർ. ഉം. അയാളുടെ പേരെന്താ? പ്രകാശൻ പൂർണ്ണ ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ചിരവയ്ക്കടിച്ചു കൊന്നു മദ്യലഹരിയിൽ. അയാളൊരു സ്ഥിരം മദ്യപാനിയൊന്നുമല്ല, വല്ലപ്പോഴുമൊക്കെ കഴിക്കും. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ പലർക്കും അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന് സ്ഥിരം മദ്യപാനിയാണോന്നൊന്നുമില്ല. ശരീരത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല. നടക്ക്. സാർ, ഒരനിയനെ പോലെ കരുതി സാർ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ പ്രകാശ? സാർ, നാളെ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് എനിക്ക് ഓണം ഉണ്ണണം സാർ. അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉരുള ചോറ് വാങ്ങി കഴിക്കണം. ഇനി എൻ്റെ അമ്മയ്ക്കും എനിക്കും അതിന് കഴിയില്ലല്ലോ സാർ. പ്രകാശ, അത് എങ്ങനെ സാധിക്കും? സൂപ്രണ്ട് അനുവദിക്കില്ല. സാർ, എങ്ങനെങ്കിലും എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അമ്മയുടെ കൂടെ കഴിയാൻ പറ്റുന്ന അവസാന അവസരമായത്. സാർ, പ്ലീസ് സാർ. പ്രകാശ, ഞാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല. സൂപ്രണ്ട് നാളെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നടന്നേക്കും. ആ, ചെല്ല്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ ആഹാ, അവിടെ രാഗവിസ്താരം തുടങ്ങി. രാഗത്തിലങ്ങ് തീർന്നാ മതിയായിരുന്നു. മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി എൻ്റെ അളിയ. ഇനി അളിയ ഒരു പാട്ട് പാട്. ഞാനോ? വൈ ദിസ് കൊലവറി കൊലവറി ഡേ. നിർത്തളിയാ. ഇത്തരം കൂതറ പാട്ടുകളെ അളിയനെ അറിയത്തോളോ? ഈ പാട്ടിന് എന്താ കുഴപ്പം? എൻ്റെ അളിയ, എല്ലാ പാട്ടിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഈ രാജ്യം മുഴുവൻ ഏറ്റുപാടുന്ന കൊലവറി പാട്ട് അളിയനെ പോലെ ഒന്ന് രണ്ടുപേര് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ച് തരില്ല. നിർത്തണോ? ഇയാൾക്ക് പാട്ടിനെ കുറിച്ച് എന്തറിയാം? എടാ അളിയ, പാട്ടിന് ഭാവം വേണം, താളം വേണം, ലയം വേണം. അല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക പാട്ടാവൂ. വിവരമുള്ളവർക്ക് ഇത് പാട്ടാകത്തില്ല. ചേട്ടന്റെ ഭാവം മാറി. അപ്പോഴേ ഞാൻ അങ്ങേരോട് പറഞ്ഞതാ അധികം ഒന്നും സംസാരിക്കാൻ പോകരുതെന്ന്. ശ്ശ്. ചേട്ടാ, ഒന്നീ വന്നേ. എന്താ? ദേ, കള്ളു കുടിച്ചിട്ടിരിക്കുമ്പോ ചേട്ടനെ വെറുതെ പ്രകോപിപ്പിക്കരുത്. പറയുന്നതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. വെറുതെ ഉടക്കാൻ നിൽക്കണ്ട. അതെന്താടി? ഇല്ലെങ്കിൽ വെറുതെ തല്ലു വരെ കൊള്ളു. നിങ്ങൾക്കല്ലായിരുന്ന നിർബന്ധം അളിയനെ സൽക്കരിക്കണമെന്ന് അനുഭവിച്ചു. എന്താണാടി ഭർത്താവിന്റെ ചെവി അടിച്ചു പറിക്കുന്നത്? ഞാൻ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. ഈശ്വര, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അളിയ, ഓ, ഇവിടെ വന്നിരി. ഇതായിരുന്നു. എടീ മീരേ, എടീ ഭാര്യയെ, ഒരു ഉത്സവം ഉണ്ടായിക്കൊണ്ട് വാടി. ഇത്തിരി പയ്യേ പറ്റൂ. ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുക. എന്തോ ജോലിയാടി? ഉത്സവം ഉണ്ടാക്കിയിട്ടുള്ള ജോലി മതി. ഉണ്ടാക്കി കൊടുക്കും മോളെ. ഇല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. എന്താടി, നിനക്ക് ചെവി കേൾക്കത്തില്ലയോ? ഇല്ല, ഇവളെ ഇന്ന് ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ലയോടി. ഞാൻ ഉണ്ടാക്കി തരാം മോനെ. വേണ്ട, അമ്മയോടെ പോയിരി. ഞാൻ ഇവളോടാ പറഞ്ഞേ. ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ ഇവളെന്തിനാ പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്നത്? എടി, ഉത്സവം ഉണ്ടാക്കടി. ഇല്ല ഇല്ല ഇല്ല, തന്നെ ഉണ്ടാക്കി കഴിച്ചാ മതി. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലാതെ ആരുടെയും തോളെ കയറരുത്. എന്ത് പറഞ്ഞടി? മര്യാദയ്ക്ക് ഉണ്ടാക്കി തരാനാ പറഞ്ഞേ. ഇല്ലെന്നല്ലേ പറഞ്ഞത്? അഹങ്കാരി, പറഞ്ഞ അനുസരിക്കത്തില്ല. നിന്നെ എടി, പ്രകാശ, ജയിലർ സാറ് വിളിക്കുന്നു. എന്റെ വക്കീലെ, ഞങ്ങളും മനുഷ്യരാ.
വളരെ മര്യാദയോട് കൂടിയേ ഞങ്ങൾ ജയിൽ പുള്ളികളെ സമീപിക്കാറുള്ളൂ. പിന്നെ ചില സമയത്ത് അവരുടെ അടുത്ത് അല്പം മര്യാദ വിട്ടൊക്കെ പെരുമാറേണ്ടി വരും. അല്ലാതെ അവരെ തല്ലിക്കൊല്ലുന്ന രാക്ഷസന്മാരൊന്നും അല്ല ഞങ്ങൾ. ഉവ്വ ഉവ്വ. സാർ. വക്കീലെ, ഒരു മിനിറ്റ്. പ്രകാശ, നിന്റെ അമ്മ വന്നിട്ടുണ്ട്. അധികം സമയമെടുക്കരുത്. സൂപ്രണ്ട് ഏത് നിമിഷവും വരും. വളരെ നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. ചെല്ല്. പ്രകാശ, വാ, ആഹാരം കഴിക്കാം. വാ വാ അമ്മേ. ഇരിക്ക്. അമ്മേ, അമ്മ ഇതുവരെ എനിക്ക് വാരി തന്നിട്ടല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ അമ്മയ്ക്ക് വാരിത്തരാം. ദാ അമ്മ. ഇതെൻ്റെ അച്ഛനുള്ളതാ. എൻ്റെ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ അച്ഛനുള്ളത്. ഇതെൻ്റെ മീരയ്ക്കുള്ളതാ. എന്നെ സ്നേഹിച്ച് എൻ്റെ ഒപ്പം ജീവിതം തുടങ്ങിയ എൻ്റെ മീര ഒരൽപ്പം മദ്യത്തിന്റെ ലഹരിയിൽ കൊന്നു കളഞ്ഞില്ല ഞാൻ അവളെ. ഇതെന്റെ കുഞ്ഞിനുള്ളതാ. അവന്റെ മുഖം പോലും ഒന്ന് കാണാതെ അവൻ ഈ ഭൂമിയിലേക്ക് വരാൻ, അവന്റെ അമ്മയുടെ മാറത്ത് നിന്നൊരു തുള്ളി മുലപ്പാല് കുടിക്കാൻ, എന്റെ അമ്മ അമ്മുമ്മയെന്ന് വിളിക്കാൻ, നമ്മുടെ മുറ്റത്തൊന്ന് ഓടിക്കളിക്കാൻ അനുവദിച്ചില്ലല്ലോ ഞാൻ അവനെ. എന്റെ കുഞ്ഞിന് വേണ്ടി. ഗായത്രിക്ക് എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമില്ല മോനെ. എന്നാലും അവക്കെന്നെ ഒന്ന് കാണാൻ വരാമായിരുന്നു. ഇനി ഈ ജന്മത്ത് പറ്റുമോ എനിക്ക് അവളെയും അവക്കെന്നെയും കാണാൻ, അവളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഈ ജന്മത്ത് പറ്റുമോ? സാരമില്ല, നല്ലതേ വരും എൻ്റെ കുഞ്ഞിന്. പ്രകാശ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാർ.
അടുത്ത ജന്മം എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണം. എൻ്റെ അമ്മയുടെ മാറിന്റെ ചൂടേറ്റ് എനിക്ക് വളരണം. റെഡി? റെഡി സർ. 1 2 3